ജിയോ മോനെ ആന്റി സഹായിക്കണോ പാത്രം കഴുകാൻ? വേണ്ട വേണ്ട, ഞാൻ കഴിക്കോളാം. പായസം ഇപ്പൊ ആകുവേ. അയ്യോ, നിത്യമ്മോട് വെള്ളം തിളച്ചല്ലോ. മോളെ നിത്യേ, ഈ പായസം ഒന്ന് നോക്കിയാക്കണേ. മോളെ പിന്നെ പായസം പായസം ഇത് നേരത്താണ് ഇങ്ങോട്ട് വരുന്നത്. ദൈവമേ, പണ്ടാരടങ്ങാനായിട്ട് കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? പെട്ടല്ലോ, ഒരു കാര്യമില്ലായിരുന്നു അങ്ങോട്ടേക്ക് പോണ്ട. വഴിയുണ്ട്, സെറ്റാക്കാം. അങ്കിളേ, എന്താ ഷെടാ, ഇതെന്തിനാ ഇങ്ങനെ ചൂടാവണേ? എന്താണ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഈ മൊട്ട തലയൊക്കെ ഞങ്ങൾക്ക് മിനിങ്ങുന്നുണ്ടല്ലോ. നിനക്ക് ഇവിടെ പണിയൊന്നുമില്ലേ? എന്താ അങ്കിളെ, ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ വരുമ്പോ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്ന എന്തിനാ? നിന്റെ ഫ്രണ്ടിലേ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ തന്നെ അവന്മാരെ കൊണ്ട് എനിക്ക് പൊറുതി മുട്ടിയിരിക്കുക. അപ്പഴാ അവിടെ ഒരു പുതിയൊരിത്. അവന്മാരെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇപ്പൊ വന്നത്. എന്നാ പറ. അങ്കിളെ, അവന്മാർക്ക് പായസം കൊടുക്കൂലെന്ന് പറഞ്ഞില്ലേ? കൊടുക്കൂല, കണ്ട വരുത്തന്മാർക്കൊന്നും ഇവിടെ പായസം കൊടുക്കൂല. അതാണ് എനിക്ക് കിരണിനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തൊട്ടറിയാം. അവന്റെ ഉള്ളില് കുനിഷ്ഠ ബുദ്ധി മാത്രമേ ഉള്ളൂ. അതവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതാണ് അങ്കിളിന് മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് എനിക്ക് അങ്കിളിനെ ഇഷ്ടം. അങ്കിളിനെ ബോധമുണ്ട്. ക്ലാരാൻഡിക്കാണെങ്കിലേ എല്ലാരോടും അങ്ങ് പാവം തോന്നും. അവള് പണ്ടേ കുട്ടിയാ, അതാ ലോല ഹൃദയ, അതിന്റെയാ. അപ്പൊ ഇന്ന് അങ്കിള് പായസം കൊടുക്കൂലെന്ന് പറഞ്ഞത് കാരണം അതിനകത്ത് എന്തെങ്കിലും പണി ഒപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വല്ല സൈനഡ് വല്ലതും ആണോ? അത്ര വരെ ഒന്നും പോവില്ല. അവനെ പോലീസിനെ പേടിയാ, പേടിത്തൊണ്ടരാ. ചെറിയ വല്ല പരിപാടികളും ചെയ്തിട്ട് ആ പായസം നമ്മൾ കുടിക്കാത്ത അവസ്ഥ വരുത്തിക്കും, അത്രേ ഉള്ളൂ. അവന്റെ കളിയൊന്നും ഈ വർക്കിനടുത്ത് വേണ്ട. അതാണ് അവന്മാർക്ക് ഒരു ഭയം വേണം. ഇന്ന് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുകയാണെങ്കിൽ അങ്കിള് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യണം. ഞാൻ ചെയ്യും. ക്ലാരൻ്റെ അടുത്ത് ചോദിക്കാറ്, നിന്റെ ആന്റി അടുത്ത് ചോദിച്ചു നോക്ക്. എന്റെ സ്വഭാവം എനിക്ക് തന്നെ ചില പിടിക്കാതെ വരും. അതാണ്. അപ്പോ ഇനി നമുക്കൊരു ടേംസിൽ അങ്ങോട്ട് നീങ്ങാലോ? ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ അങ്കിളെ, അടി അടി. അതാണ് സെറ്റല്ലേ? ഇവിടെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതാ മുതലെന്നാ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ കാണുന്നില്ല. അവളെ പായസം എന്ന് പറഞ്ഞ ഒന്നൊന്നര പായസം. ഞാൻ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഞാൻ പെണ്ണിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. അവളെ ആ പായസം കൊണ്ടപ്പോഴേ ഞാൻ പായസത്തിലൊക്കെ വീട് പോയി. ആണോ? അന്നത്തെ കാലത്തൊക്കെ പെണ്ണ് കാണുമ്പോ പായസാണോ കൊണ്ടുവരാ? നിന്റെ ഈ കുനിഷ്ഠ ചോദ്യങ്ങൾ ആദ്യം നിർത്ത്. ഇതിലെന്താ ഇപ്പൊ കുനിഷ്ഠ? എന്നതാ ഒരുമാതിരി പായസം കാണാത്ത പോലെ വരുവല്ലേ?
മപ്പ പായസ. ആണല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുടിച്ചു നോക്ക്. മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആന്റിക്ക് വേണ്ടേ? പിന്നെ ഞാൻ എടുക്കാൻ പോവാ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഉപ്പിന്റെ ചൊവയോ? അതിന് പായസത്തിൽ ആരെങ്കിലും ഉപ്പിടുവോ? ഞാൻ നോക്കട്ടെ. സത്യം കുറച്ച് ഉപ്പുണ്ട്. പായസത്തിൽ ഉപ്പിടുവോ ആന്റി? പായസത്തിൽ ഉപ്പൊന്നും ഇടത്തില്ല. ചെവിക്കകത്ത് വേന എടുക്കുന്ന പോലെ. ഇതാരാ ഈ പായസത്തിൽ ഉപ്പിട്ട്? അയ്യോ, ഞാൻ നല്ലപോലെ ഉണ്ടാക്കി വെച്ച പായസമാണല്ലോ, ഇതിലാരാ ഉപ്പ് കമത്തിയേ? ഇത് അവന്മാരുടെ പണി തന്നെയാ. അവന്മാരെ പണി തന്നെയാ, എനിക്ക് അപ്പോഴേ തോന്നി. പിന്നെ വെറുതെ കാണാത്ത കാര്യം പറയരുത് കേട്ടോ മോളെ. അല്ല ആന്റി എന്തിനാ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ കണ്ടത് തന്നെയാ. എന്തുകൊണ്ടെന്ന്? ഉപ്പിടുന്ന കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അടുക്കളയിൽ പോയപ്പോ ജീവൻ അവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങുന്നത് ഞാൻ കണ്ടത്. മുഖത്ത് നല്ല കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ട് അവനായിരിക്കും ഉപ്പിട്ടത്? അവൻ തന്നെ ആയിരിക്കും. അവനൊക്കെ ഈ തെണ്ടിത്തരം കാണിക്കണം. അവനൊക്കെ ഇന്ന് അറിയും ഈ വർക്ക് ആരാണെന്ന്. വർക്കിച്ച വെറും പെറുക്കിയാണെന്ന് ഇന്ന് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കും. ഇവള് വണ്ടി, ഇവക്ക് ഇതൊന്നും ശരിയായി കൊടുക്കട്ടെ. ഞാൻ സെറ്റ് കുടിക്കും ആ ഉപ്പിട്ട പായസം. എന്റെ കർത്താവേ, ഇത് ഞാൻ ഇന്ന് അവരെ കൊല്ലുവോ? ആന്റിക്ക് എന്തിനാ അവരോട് ഇത്ര സോഫ്റ്റ് കോർണർ? എനിക്ക് മനസ്സിലാവിട്ട് ചോദിക്കുക. എന്നാലും മോളെ, അവരിനകത്ത് ഉപ്പിട്ട് കാണുവോ? ഇടും. കിരൺ ആണെങ്കി ഇട്ടിരിക്കും, എനിക്ക് ഉറപ്പാ. എടാ വർക്കിക്ക് നമ്മളെ കാണും എന്താണ് ഒരു ചോദിച്ചില്? അത് ഞാനും പറയാനിരിക്കായിരുന്നു. ഈ പുള്ളിക്ക് എന്തിന്റെ കേടാന്ന് അറിയാൻ പാടില്ല. അതിനൊക്കെ ഇട്ടൊരു പണി കൊടുക്കാൻ എന്തെങ്കിലും ഒപ്പിച്ചാലാ? പണി കൊടുക്കുവല്ല ചെയ്യണ്ട്, എങ്ങനെയെങ്കിലും ഈ പുള്ളിക്കാരിൽ നിന്നൊന്നും ഡിവോഴ്സ് ചെയ്യിക്കണം. അതെ, അതാകുമ്പോ ക്ലാരാൻറ്റിക്ക് ഒരു സമാധാനവും നമുക്കൊരു സമാധാനവും. പക്ഷെ എന്ത് പണി കൊടുക്കുക ഇയാൾക്ക്? എന്താണ് നീയല്ല നിനക്കാ വെച്ചിട്ടുണ്ട്. നിനക്ക് എന്താടാ അയ്യോ എന്താണ്? എന്തിനാ തല്ലുന്നത്? നിന്റെ വെള്ളിയാഴ്ച പണമെന്ന് ഞാൻ മുടക്കും. ഞാനിപ്പോ വരുന്നുണ്ടടാ. ഇയാൾ എന്തിനാ ഈ പറയണ? വെള്ളിയാഴ്ച ഇയാൾക്ക് എന്തൊരു പ്രാന്താണോ? എടാ ഈ പുള്ളിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്തിനാ തല്ലിയത്? എനിക്കറിയാൻ നീ എന്തിനാ തല്ലുകൊണ്ടത്? എനിക്ക് ഞാൻ എന്നെ ഇങ്ങനെ തല്ലിയേന്. സത്യം പറയാളിയാ, നമുക്ക് മാനക്കേട് വരുന്നത് എന്തെങ്കിലും നീ കാണിച്ചാ? അയ്യോ ഞാൻ നീ ആണെങ്കി ഇപ്പൊ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സത്യം പറടാ. എടാ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടുന്ന് പൊറത്താക്കിയോണ്ടല്ലോ എന്റെ പൊന്നടി, എനിക്ക് വേറെ സ്ഥലമില്ല നിൽക്കാൻ. അതല്ലടാ, എന്നാലും എന്തിനായിരിക്കും ഇവിടെ എന്നെ തല്ലിയത്? താങ്കൾ വേറെന്തോ കുന്ത്രാണ്ട് കൊണ്ടുവരുന്നോ? അയ്യോ അല്ല, ഇവിടെയാടാ. ഇവിടെയൊക്കെ തല്ലിട്ട് പായസം തരുവാണ് ചെയ്യാറ്. ഇവിടത്തെ രീതി ഇങ്ങനെ ആയിരിക്കും. കുടിച്ചാ പോരെ? ഞാൻ കുടിച്ചോളാം. കേട്ട് ഞാന് നിന്റെ വെള്ളിയാഴ്ച പടവും ഞാൻ മടക്കും. പായസത്തിന് നീ ഉപ്പിടും അല്ലടാ? അയ്യേ ഉപ്പ് കള്ളി എടോ, വർക്കിയോടാണ് എന്റെ. ശരിയായി തരാം. ഭയങ്കര ഉപ്പ്. നീ ഉപ്പിട്ടോടാ? ഞാനല്ലടാ ഉപ്പിട്ട്. പിന്നെ ആരാടാ ഉപ്പിട്ടെ? എനിക്കറിയാൻ പാടില്ല, നീയാണോ ഇട്ടത്? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ പായസത്തിൽ ഉപ്പിട്ട് കളിക്കാന്. എടാ പ്രേതത്തിന്റെ കളി വല്ലതും ആണോടാ ഇത്? എടാ അല്ലാണ്ട് നമ്മൾ രണ്ടുപേരും ഉപ്പിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉപ്പിടേണ്ട കാര്യം ആർക്കാ ഉള്ളത്? എടാ എനിക്ക് നല്ല സംശയം ഉണ്ടടാ. ഇവിടെ ആ പ്രേതമൊന്നും ഇവിടെ നിന്നൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കണ പ്രേതം അത്. പ്രേതവും ഉപ്പും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലല്ലോ. എന്നാലും പിന്നെ ഇത് ആരടാ ഇത്?